പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോയിൽ സ്നേഹമുള്ളവരെ, ജനുവരി 21 വിശുദ്ധ ആഗ്നസിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഇന്നലെ നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ കൊണ്ടാടി. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വിശുദ്ധിയാണ്. 291 AD 291. ഒരു 10-13 വയസ്സുള്ളപ്പോഴാണ് ഈ വിശുദ്ധ രക്തസാക്ഷിത്വം വരിച്ചത്. ഇദ്ദേഹത്തെ ഈ വിശുദ്ധയെ വിവാഹം കഴിക്കാൻ ഒത്തിരി യുവാക്കൾ വന്നു. അപ്പോൾ അവരോടെല്ലാം നിരസിച്ചു. ഇവളോടുള്ള വെറുപ്പ് മൂലം ആ കാലഘട്ടത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിനെയും കൊല്ലാൻ ഉത്തരവിട്ട ഡയോക്ലിഷ്യൻ ചക്രവർത്തിയോട് പോയി പറഞ്ഞു, ഇവളൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന കാലഘട്ടമായിരുന്നു അത്, വളരെ അതിക്രൂരമായിട്ട്. അപ്പം അങ്ങനെയാണ് ഈ വിശുദ്ധ കൊല്ലപ്പെടുന്നത്. ഈ വിശുദ്ധയെ പരസ്യമായിട്ട് വ്യഭിചാരം ചെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ അയച്ചു. ഇപ്പോൾ ഒരു പ്രകാശവലയം സംരക്ഷണം കൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ അഗ്നിക്കിരയാക്കി അതിൽ നിന്നും രക്ഷപ്പെട്ടു. ഇനി റോഡിലൂടെ നഗ്നയാക്കി നടത്തിയെന്ന് പറയുക. അപ്പോൾ സംഭവിച്ച അത്ഭുതം, ഈ വിശുദ്ധയുടെ മുടി വളർന്ന് ശരീരം കവർ ചെയ്ത് കളഞ്ഞു. അങ്ങനെ ആ ഒരവസ്ഥയിൽ നശിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചു. അപ്പോഴെല്ലാം ദൈവിക സംരക്ഷണം ഉണ്ടായി അയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടുപോയി. അങ്ങനെ സമീപിച്ച ആളുടെ കാഴ്ച നഷ്ടപ്പെട്ടുപോയി. പിന്നീട് ശിരസ് ഛേദിക്കപ്പെട്ടാണ് വിശുദ്ധ മരണപ്പെടുക. ഈ വിശുദ്ധ ആഗ്നസ് എന്ന പദത്തിൻ്റെ ലാറ്റിൻ അർത്ഥം കുഞ്ഞാടെന്നാണ്. അത് ഗ്രീക്കിൽ അത് നിർമ്മലം, പരിശുദ്ധം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കുഞ്ഞാട്. ഈ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇന്ന് ഈ തിരുനാൾ ദിവസം റോമിൽ 2 കുഞ്ഞാടുകളെ ആശീർവദിക്കും. അവയുടെ രോമം ഉപയോഗിച്ചാണ് ആർച്ച് ബിഷപ്പ്മാർക്കുള്ള പാലിയം ഉണ്ടാക്കുന്നതെന്ന് ആണ് പറയുന്നത്. നമുക്ക് ഈ വിശുദ്ധയുടെ തീക്ഷ്ണമായിട്ടുള്ള ദൈവസ്നേഹത്തെ നമുക്ക് സ്വീകരിക്കാം. വിശ്വാസത്തിന് വേണ്ടി, ഇത്രയും ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന വിശ്വാസത്തിന് വേണ്ടി അങ്ങനെ നിലകൊള്ളേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ നമുക്കുണ്ടാകില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഈ സാഹചര്യത്തിൽ യേശു ഏകരക്ഷകനാണ് എന്ന് പ്രഘോഷിക്കാനും അങ്ങനെ ജീവിക്കാനും, ഒരു ദുശീലങ്ങൾക്കും ഒരു ദുരാചാരങ്ങൾക്കും വിശ്വാസക്കുറവിനും ലോകാരൂപിക്കും നമ്മളെ വിട്ടുകൊടുക്കാതെ, പ്രത്യേകിച്ച് ഈ കുർബാന അർപ്പിക്കുന്ന ഈ സമയത്ത് പോലും നമുക്ക് ഏറ്റവും ശ്രദ്ധയോടുകൂടെ ഈശോയുടെ ഒരു മകനും മകളെപ്പോലെ നമുക്ക് പരിശുദ്ധ ബലി അർപ്പിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോട് സഹോദരരെ, നിങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി
നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഈ ലോകത്തിലെ ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ ബലഹീനരെ അങ്ങ് തിരഞ്ഞെടുക്കുന്നുവല്ലോ. അങ്ങനെ അങ്ങേ രക്തസാക്ഷിണിയായ വിശുദ്ധ ആഗ്നസിന്റെ സ്വർഗീയ പിറവി ആഘോഷിക്കുന്ന ഞങ്ങൾ അവളുടെ വിശ്വാസ സ്ഥിരത അനുകരിക്കാൻ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദാവീദ് സാവൂളിനോട് പറഞ്ഞു, ഈ ഫിലിസ്ത്യനെ ഓർത്ത് ആരും അധൈര്യപ്പെടേണ്ട. അവനോട് അങ്ങയുടെ ദാസൻ യുദ്ധം ചെയ്യാം. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, ഈ ഫിലിസ്ത്യനെ നേരിടാൻ നീ ശക്തനല്ല, നീ ചെറുപ്പമല്ലേ. അവനാകട്ടെ ചെറുപ്പം മുതൽ യോദ്ധാവാണ്. ദാവീദ് പറഞ്ഞു, സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, പോവുക, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അനന്തരം ദാവീദ് തൻ്റെ വടിയെടുത്തു തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ല് തിരഞ്ഞെടുത്ത് സഞ്ചിയിൽ ഇട്ടു. കവിണ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ ഫിലിസ്ത്യനെ സമീപിച്ചു. ഗോലിയാത്ത് ദാവീദിനോടടുത്തു. ആയുധവാഹകൻ മുൻപേ നടന്നു. ദാവീദിനെ കണ്ടപ്പോൾ ഫിലിസ്ത്യന് പുച്ഛം തോന്നി. എന്തെന്നാൽ അവൻ തുടുത്ത് കോമളനായ ഒരു കുമാരൻ മാത്രമായിരുന്നു. ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എൻ്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ? അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു. അവൻ ദാവീദിനോട് പറഞ്ഞു, വരൂ, ഞാൻ നിന്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിലേൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും, നിന്റെ തല വെട്ടിയെടുക്കും. ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ
ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിലേൽപ്പിക്കും. തന്നെ നേരിടാൻ ഫിലിസ്ത്യർ അടുക്കുന്നത് കണ്ട് ദാവീദ് അവനോട് എതിർക്കാൻ വേഗത്തിലോടി മുന്നണിയിലെത്തി. ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവിണയിൽ വെച്ച് ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു. കല്ല് നെറ്റിയിൽ തന്നെ തറച്ചു കയറി. അവൻ മുഖം കുത്തി നിലം പതിച്ചു. അങ്ങനെ ദാവീദ് കല്ലും കവിണയുമായി ഗോലിയാത്തിനെ നേരിട്ട് അവനെ എറിഞ്ഞു വീഴ്ത്തി. അവൻ്റെ കയ്യിൽ വാളില്ലായിരുന്നു. ദാവീദ് ഓടിച്ചെന്ന് ഗോലിയാത്തിൻ്റെ മേൽ കയറിച്ചെന്ന് അവൻ്റെ വാള് ഉറയിൽ നിന്ന് വലിച്ചൂരി അവനെ കഴുത്ത് വെട്ടിമുറിച്ച് കൊന്നു. ഫിലിസ്ത്യർ തങ്ങളുടെ മല്ലൻ വധിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അവിടുന്നാണ് എൻ്റെ അഭയശിലയും ദുർഗവും ശക്തി കേന്ദ്രവും. എൻ്റെ വിമോചകനും പരിചയം ആയ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. അവിടുന്ന് ജനതകളെ കീഴടക്കുന്നു. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, ഞാൻ അങ്ങയ്ക്ക് പുതിയ കീർത്തനം പാടും. ദേശതന്ത്രിനാഥത്തോടെ ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങാണ് രാജാക്കന്മാർക്ക് വിജയം നൽകുകയും അങ്ങയുടെ ദാസനായ ദാവീദിനെ രക്ഷിക്കുകയും ചെയ്യുന്നത്. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ. 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 യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. 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 കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. ഫരിസേയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെരോദേസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിപൂർണ ദൈവാശ്രയം അതാണ്
ഇപ്പോൾ കുഞ്ഞാട് എന്നാണല്ലോ ആഗ്നസ് എന്ന വാക്കിൻ്റെ അർത്ഥം. കുഞ്ഞാടിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അത് രണ്ടർത്ഥം എടുത്താലും ലാറ്റിനിൽ കുഞ്ഞാടെന്നാണ് ആഗ്നസിൻ്റെ അർത്ഥം, ഗ്രീക്കിൽ പരിശുദ്ധം, പവിത്രമായത്, നിർമ്മലമായത് എന്നാണ് അർത്ഥം. പരിപൂർണ ദൈവാശ്രയം, കറയില്ലാത്ത ദൈവാശ്രയം, അതാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ടാണല്ലോ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്. പരിപൂർണ ദൈവാശ്രയം, നിൻ്റെ വാക്കിന് നിറവേറട്ടെ. പരിപൂർണ ദൈവാശ്രയം വരാത്തപ്പോഴാണ് നമ്മുടെ ദുരാചാരങ്ങൾക്ക് പെട്ടുപോകുന്നത്. പരിപൂർണ ദൈവാശ്രയം ഇല്ലാത്തപ്പോഴാണ് നമുക്ക് ലോകാരൂപി നമ്മളെ പിടികൂടുന്നത്. പരിപൂർണ ദൈവാശ്രയം ഇല്ലാത്തപ്പോഴാണ് നമുക്ക് ദുശീലങ്ങളിൽ നമ്മൾ പെട്ടുപോകുന്നത്. ദൈവമാണ് എന്നെ നിയന്ത്രിക്കുന്നത്, എൻ്റെ ശരീരം പോലും വിശുദ്ധീകരിക്കപ്പെട്ടതാണ് എന്ന് ചിന്തിച്ചാൽ ആഗ്നസിനെ പോലെ നമ്മളതിനു വേണ്ടി നിലകൊള്ളും, ദൈവത്തിന് വേണ്ടി നിലകൊള്ളും. ഇന്നത്തെ സുവിശേഷം എടുത്താലും, ഒന്നാം വായന, ദാവീദും ഗോലിയാത്തും ഇതൊക്കെ എടുത്താലും പരിപൂർണ ദൈവാശ്രയം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നൊരു വാക്കാണ് ഹൃദയ കാഠിന്യം. ഈശോ ദേഷ്യപ്പെട്ട് നോക്കിയിട്ടുണ്ടോ, വല്ലപ്പോഴും അങ്ങനെ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോധത്തോടെ നോക്കി എന്ന് ഇന്നത്തെ വചനം പറയാണ്. ക്രോധത്തോടെ നോക്കി, അത് അങ്ങനെ ദൈവം പോലും ഈശോ പോലും അങ്ങനെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച്, അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അപ്പം ഈ പരിപൂർണ ദൈവാശ്രയം വരുമ്പോഴാണ് ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ തോന്നുന്നത്. ദൈവം എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അനുഗ്രഹിക്കും. അത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഇവനോട്, കൈ ശോഷിച്ചവനോട് പറയുന്നത്, നീ നടുവിലേക്ക് വരൂ. ഇപ്പോൾ ഒരു റൗണ്ട് ചെയ്താണ് നിൽക്കണമെങ്കിൽ, ആ ആൾക്കൂട്ടം റൗണ്ട് ഈശോയുടെ ചുറ്റുമാണ് നിൽക്കുന്നതെങ്കിൽ ഈശോയ്ക്ക് അവിടെ നിന്നുകൊണ്ട് അങ്ങ് സുഖപ്പെടുത്തിയാൽ പോരെ. എന്തുകൊണ്ടാണ് നടുവിലേക്ക് വരാൻ പറഞ്ഞത്? അതാണ്, എന്തെങ്കിലും ഒരു ആക്ഷൻ നമ്മിൽ നിന്ന് വേണം. അതായത് വിശ്വാസം അല്ലെങ്കിൽ ഒരു റെസ്പോൺസാണ്. ദൈവം തന്നെ റിവീൽ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതിനോട് നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ റെവലേഷൻ, ദൈവം വെളിപ്പെടുത്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ദൈവം അങ്ങനെ, അതാണ് പരിപൂർണ ആശ്രയത്തിൽ നിന്നാണ് അങ്ങനെ പ്രവൃത്തികൾ വരുന്നത്. അങ്ങ് പറഞ്ഞോ, ഞാൻ ചെയ്തോളാം എന്ന് മറിയം പറഞ്ഞത്, നിൻ്റെ വാക്ക് എന്ന് നിറവേറട്ടെ എന്ന് പറയുന്നത് പരിപൂർണ ദൈവാശ്രയമുള്ളപ്പോഴാണ്. പരിപൂർണ ദൈവാശ്രയത്തിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സാവൂളിനോട് കർത്താവ് പറഞ്ഞു, നീ അമലേക്യരെ നശിപ്പിക്കാൻ, അവരെ മുഴുവനായിട്ട് നശിപ്പിക്കാനായിട്ട് പറയും. അത് സാമുവേൽ പ്രവാചകൻ പുസ്തകം 15-ാമത്തെ അധ്യായത്തിലാണ്. 15-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിലാണ്. അത് കൃത്യമായിട്ട് അനുസരിച്ചാൽ മതിയായിരുന്നു. ആകയാൽ നീ പോയി അമലേക്യരെ വധിക്കുകയും അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക. ആരും അവശേഷിക്കാത്ത വിധം സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ശിശുക്കളെയും ആടുമാടുകൾ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയും കൊന്നുകളയുക. അത് 3-ാമത്തെ വചനമാണ്. 1 സാമുവേൽ 15:3. 1 സാമുവേൽ 15:9 അവർ അമലേക്യരുടെ രാജാവിനെ അഗാഗിനെ കൊന്നില്ല. അതുപോലെ കുറച്ച് ആടുമാടുകൾ, തടിച്ച മൃഗങ്ങൾ, ഇങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ കൂടെ കൊണ്ടുവന്നു. അത് കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. അതാണ് പ്രശ്നം. അത് കൃത്യമായിട്ട് അനുസരിക്കണം. അത് പരിപൂർണ ദൈവാശ്രയം വരുമ്പോഴാണ്. നമ്മളിങ്ങനെ കുറേ അങ്ങ് വളർന്നു കഴിയുമ്പോൾ ദൈവാശ്രയമൊക്കെ വിട്ടിട്ട് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാൻ തുടങ്ങും. അതാണ് സാവൂളിന് പറ്റിയത്. അതുകൊണ്ടാണ് രാജപദവി നഷ്ടപ്പെട്ടു പോകും, തിരസ്കരിക്കപ്പെടും. നിന്നെ ഞാൻ തിരസ്കരിച്ചിരിക്കും. പുറകെ നടന്ന് സാമുവേലാണല്ല രാജാവായിട്ട് അവരോധിച്ചത് സാവൂളിനെ. പുറകെ നടന്ന് നിൻ്റെ കൂടെ വന്ന് ദൈവത്തെ ആരാധിക്കാൻ എന്നെ അനുവദിക്കണം എന്നിങ്ങനെ കെഞ്ചുന്നുണ്ട്. എന്നിട്ട് പോലും അത് അവസാനം 2-ാമത്തെ തവണ കെഞ്ചുമ്പോഴാണ് അനുവദിച്ചു കൊടുക്കുന്നത്. പക്ഷേ പിന്നീട് സാവൂളിനെ കണ്ടിട്ടില്ല എന്നാ പറയുക. അതുപോലെ ആ ബന്ധം പോയി. അപ്പോൾ അങ്ങനെയാണ് ദാവീദിനെ രാജാവായിട്ട് വാഴിക്കുന്നത്. ജസ്സയുടെ മക്കളാണ് 8 മക്കൾ. അത് 7 പേരെയും അവർ കൊണ്ടുവന്ന് നിർത്തി, ജസ്സയെ കൊണ്ടുവന്ന് നിർത്തി. പക്ഷേ 7 പേരെയും സെലക്ട് ചെയ്തില്ല, ദാവീദിനെയാണ് സെലക്ട് ചെയ്തത്. ഈ സാവൂളിന് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ദാവീദ് കിന്നരം വായിക്കുമ്പോഴാണ് അസ്വസ്ഥതകളൊക്കെ. അത്ര വിധം ദാവീദിനെ
ദൈവം ഉപയോഗിക്കുകയാണ്. ദാവീദിൻ്റെ തെരഞ്ഞെടുപ്പ് വരുന്നത് 16-ാമത്തെ അധ്യായത്തിൽ, 1 സാമുവേൽ 16-ാം അധ്യായം. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഭാഗം അത് സ്കിപ്പ് ചെയ്താണ് വായിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ദാവീദിലേക്ക് എത്തുന്നത്. അപ്പോൾ ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധം, ഫിലിസ്തീനും ഇസ്രായേലരും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അതിടക്കിടക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം അവരുടെ മുൻപിലും അങ്ങനെ ഗോലിയാത്ത്, അവരൊരു മല്ലനെ വെച്ച് യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കുക. ഒരു മല്ലനെ അവരിറക്കും, ഗത്തുകാരനായ ഫിലിസ്തീയരുടെ മല്ലൻ ഗോലിയാത്ത്. അപ്പോൾ ഗോലിയാത്തിനെ നേരിടാൻ ഗോലിയാത്ത് വെല്ലുവിളിക്കുകയാണ്. ഗോലിയാത്ത് 40 ദിവസം വെല്ലുവിളിച്ചെന്ന് പറയാം. 40 ദിവസം വെല്ലുവിളി. അത് 1 സാമുവേൽ 17-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. ഗോലിയാത്ത് 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരം യുദ്ധത്തിന് വെല്ലുവിളിച്ചു. പിന്നെയും വെല്ലുവിളിക്കുന്നുണ്ട്. അത് വീണ്ടും വെല്ലുവിളി നടത്തുകയാണ്. 26-ാമത്തെ വാക്യത്തിൽ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ദാവീദ് അടുത്ത് നിന്നവരോട് ചോദിച്ചു, ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലിന് വന്നിരിക്കുന്ന അപമാനം നീക്കിക്കളയുന്നത് കൊണ്ട് എന്ത് കിട്ടും? അപ്പം ഇതിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ വെല്ലുവിളി കേട്ടിട്ടാണ് ഈ ചോദിക്കുന്നത്. വെല്ലുവിളിക്കുകയാണ്, എന്നോട് മല്ലിടാൻ ആരുണ്ട് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ ഇവനോട് ഗോലിയാത്തിനോട് മല്ലിടാൻ ചെല്ലുന്നവരും അവർക്കത് സാധിക്കുന്നില്ല. അപ്പം ദാവീദ് കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ, ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ദാവീദ് മുന്നോട്ട് വരികയാണ്. ദാവീദ് മുന്നോട്ട് വരുമ്പോൾ അവർ പരിഹസിക്കുന്നുണ്ട്. ദാവീദ് ധൈര്യത്തോടുകൂടെ യുദ്ധക്കളത്തിലേക്ക് ചെന്നിട്ട് അവരുടെ ക്ഷേമാന്വേഷണം, മറ്റു സഹോദരന്മാരുടെ ക്ഷേമാന്വേഷണം ചോദിക്കാൻ ചെല്ലുന്ന വിധത്തിലാണ് യുദ്ധക്കളത്തിലേക്ക് ധൈര്യപൂർവ്വം ചെല്ലുന്നത്. അപ്പോൾ ഇവൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഇവർ പരിഹസിക്കുകയാണ്. ഇവനെ നേരിട്ടാൽ എന്ത് കിട്ടും എന്ന് ദാവീദ് അടുത്തുനിന്നവരോട് ചോദിച്ചു. ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലിന് വന്നിരിക്കുന്ന അപമാനം നീക്കിക്കളയുന്നത് കൊണ്ട് എന്ത് കിട്ടും? ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കാൻ ഈ അപരിചിതൻ ആരാണ്? അതായത് ഈ വാക്കുകളിലും ദൈവത്തെ ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. അതാണ് നമ്മൾ ആഗ്നസിലും കാണുന്നത്. ദൈവത്തെ ഡിഫെൻഡ് ചെയ്യുക, തൻ്റെ വിശ്വാസം സംരക്ഷിക്കുക. എൻ്റെ ദൈവം പരാജയപ്പെടാൻ പാടില്ല, എൻ്റെ ദൈവത്തിൻ്റെ ജനം പരാജയപ്പെടാൻ പാടില്ല, ഈ മല്ലൻ്റെ മുമ്പിൽ, ഈ ഫിലിസ്തീൻ്റെ മുമ്പിൽ പരാജയപ്പെടാൻ പാടില്ല. അതാണ് ദാവീദിന് തൻ്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ തൻ്റെ അവസ്ഥകളിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ മുന്നോട്ടിറങ്ങാൻ പറ്റില്ല. പക്ഷേ ദൈവത്തെ ഡിഫെൻഡ് ചെയ്യണം. നമ്മൾ ഇന്ന് ചുറ്റുപാടും നമുക്ക് വെല്ലുവിളികളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്, ദുരാചാരങ്ങളുണ്ട്, ദുശീലങ്ങളുണ്ട്, വിശ്വാസക്കുറവുണ്ട്. ഇതിൻ്റെയൊക്കെ നടുവിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ സൃഷ്ടിച്ച, നമ്മുടെ കൂടെ എന്നുമുള്ള ദൈവത്തെ ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? നമ്മൾ സൗകര്യപൂർവ്വമാണോ നമ്മുടെ കാര്യങ്ങളൊക്കെ നീക്കുന്നത്? നമ്മുടെ സൗകര്യത്തിന്, നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ദൈവം നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്ത്, ആരെ പിടിച്ചിട്ടാണെങ്കിലും, ഏത് ദുരാചാരത്തെ പിടിച്ചിട്ടാണെങ്കിലും എനിക്ക് അനുഗ്രഹം കിട്ടണം, അങ്ങനെയാണോ? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിന് നിറവേറട്ടെ എന്ന് പറഞ്ഞത്. നീ പറഞ്ഞാൽ മാത്രം മതി, അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, നീ പറഞ്ഞതേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയുന്നത്, അതാണ് മാതാവിൻ്റെ അരൂപി. അപ്പോൾ അങ്ങനെ ദൈവത്തെ ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. അവനെ കൊല്ലുന്നവനും മുൻപ് പറഞ്ഞവയെല്ലാം നൽകുമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ വീണ്ടും അത് അങ്ങനെ ആ വെല്ലുവിളി നേരിടാനായിട്ടും ഇവനെ പരിഹസിക്കുന്നുണ്ട്. അവ വീണ്ടും ചോദിക്കുന്നുണ്ട്. അവർ ഇത് തന്നെയാണ് ഉത്തരം. അങ്ങനെ പറഞ്ഞ് അത് വീണ്ടും പറയുകയാണ്. അവൻ ജ്യേഷ്ഠൻ്റെ അടുക്കൽ നിന്ന് തിരിഞ്ഞ് വേറൊരുവനോട് മുൻ ചോദ്യം തന്നെ ആവർത്തിച്ചു. എല്ലാവരും അതേ ഉത്തരം തന്നെ പറഞ്ഞു. അങ്ങനെയാണ് ദാവീദ് അവന് 5 കല്ലെടുത്ത്, ഒരു വടി കയ്യിലുണ്ട്, കവിണ കയ്യിലുണ്ട്. അപ്പം ഇവനുള്ള ധൈര്യം, എൻ്റെ ആടുകളെ മേയ്ക്കാൻ നടന്നിരുന്നവൻ ദാവീദ്, ഞാൻ എൻ്റെ ആടുകളെ സംരക്ഷിച്ചിട്ടുണ്ട്, അതാണ് എൻ്റെ ഒരു മുൻപരിചയം, ആടുകളെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട്. അത് പറയുന്നത് 34-ാമത്തെ വാക്യത്തിലാണ്. ദാവീദ് പറഞ്ഞു, പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് അങ്ങയുടെ ഈ ദാസൻ. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും. അത് എന്നെ എതിർത്താൽ ഞാൻ അതിൻ്റെ ജടയ്ക്ക് പിടിച്ച് അടിച്ചുകൊല്ലും. ഇത് സ്വന്തം കഴിവ് പറയുന്നത് പോലെ തോന്നും നമുക്ക്. ദാവീദ് തൻ്റെ സ്വന്തം കഴിവ് പ്രകടമാക്കുന്ന പോലെ തോന്നും. പക്ഷെ അടുത്ത വചനം,
അങ്ങയുടെ ദാസൻ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ അപമാനിക്കുന്ന അപരിചിതനായ ഈ ഫിലിസ്തീനും അവയിൽ ഒന്നിനെ പോലെ തന്നെയാകും. ഇപ്പം ജീവിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സംരക്ഷണയിലാണ് അത് ചെയ്തതെന്നാണ് ദാവീദ് പറയുക. സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്തീൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും. നോക്കിക്കേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും എന്നെ രക്ഷിച്ചത് ദൈവമാണെന്നാണ് പറയുക. അങ്ങനെ രക്ഷിച്ച ദൈവം, സിംഹങ്ങളുടെയും കരടിയുടെയും മധ്യത്തിൽ നിന്ന് രക്ഷിച്ച ദൈവം ഇവനിൽ നിന്ന്, ഈ ഗോലിയാത്തിൽ നിന്ന് രക്ഷിക്കും. അപ്പോഴും സ്വയം കഴിവല്ല, ദൈവത്തിലേക്ക് കൊടുക്കുന്നത് കണ്ടോ? ക്രെഡിറ്റ് മുഴുവൻ ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? അതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ക്രെഡിറ്റ് കൊടുക്കുക. ചിലപ്പോൾ ദാവീദ് യുദ്ധത്തിൽ ജയിച്ചത് നമുക്കുള്ള പാഠം അതാണ്. നമ്മൾ കടബാധ്യത, രോഗം, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, ജോലിയില്ലാത്ത അവസ്ഥ, മദ്യപാനം, ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എനിക്കിതെല്ലാം തോൽപ്പിക്കാൻ സാധിക്കും, എനിക്കിതെല്ലാം കവർ ചെയ്ത്, ഇതെല്ലാം ഓവർകം ചെയ്ത് എനിക്ക് ജീവിക്കാൻ സാധിക്കുമെന്നതിന് പകരം എനിക്ക് ദൈവത്തിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കും. എന്നെ സംരക്ഷിക്കുന്ന, ഈ കാലമത്രയും എന്നെ സംരക്ഷിച്ച ദൈവത്തിൻ്റെ നാമത്തിൽ എനിക്ക് ഇതുകൂടി നേരിടാൻ പറ്റും എന്നൊന്ന് പറഞ്ഞു നോക്കിക്കാം. അതാണ്. 5 കല്ലെടുത്തു, അതിൽ ഒരു കല്ല് അത് കവണ കൊണ്ട് എറിഞ്ഞു, നിലംപതിച്ചു. ഗോലിയാത്ത് നിലംപതിച്ചു. ഈ ഒരു കല്ല് എന്നുള്ളത്, അത് സ്റ്റോൺ ഓഫ് ഹെൽപ്പ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്, എബനെസർ. അത് സാമുവൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യമാണ്. സാമുവൽ മിസ്പായ്ക്കും ജാഷനായിക്കും മധ്യേ ഒരു കല്ല് സ്ഥാപിച്ചു. ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞാണ് ആ സ്ഥലത്തിന് എബനെസർ എന്ന് പേരിട്ടത്. ഈ മിസ്പ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവാരാധനയ്ക്ക് വേണ്ടി ഒന്നിച്ചു കൂടുന്ന സ്ഥലമെന്നാണ്. പ്രാർത്ഥിച്ച് അങ്ങനെ അവർ കർത്താവിൻ്റെ സഹായം കിട്ടി അങ്ങനെ വിജയിച്ച സ്ഥലത്തിന് എബനെസർ എന്ന് പേരിട്ടു. ഒരു കല്ലുകൊണ്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു കണക്ഷൻ ഇതാണ്. പത്രോസ് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി തീർന്ന ആ കല്ലാണ് യേശു. ആ കല്ലാണ് യേശു. ഒരു കല്ലെടുത്ത്, 5 കല്ല്, ഒരു കല്ലെടുത്ത് എറിഞ്ഞു, ഗോലിയാത്ത് നിലംപതിച്ചു. അതായത് വെറുതെ ഒന്ന് ചിന്തിച്ച് നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ആത്മീയ സന്ദേശം സ്വീകരിക്കാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് രക്ഷയുണ്ടാവും. ഗോലിയാത്ത് ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു കല്ലെടുത്ത് അവൻ ആളുകളെപ്പോലും അതിശയിപ്പിക്കത്തക്ക വിധത്തിൽ അവൻ വിജയം വരിച്ചെങ്കിൽ നമുക്ക് ഏക രക്ഷകൻ യേശുവാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ കല്ലാണ് യേശു. അത് നടപടി പുസ്തകം 4:11 പടിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. 12-ാമത്തെ വചനം നടപടി 4:12 മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടു. ഇതാണ് പരിപൂർണ ദൈവാശ്രയം. ഇനി ഹൃദയ കാഠിന്യം എന്ന് പറയുന്നത് അത് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന കാര്യമാണ്. പരിപൂർണ ദൈവാശ്രയം ഇല്ലാത്ത അവസ്ഥയാണ്. പരിപൂർണ ദൈവാശ്രയം ഇല്ലാത്ത അവസ്ഥ, ഹൃദയ കാഠിന്യം. അതിനെക്കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിലെ 4-18 വാക്യത്തിൽ പറയുന്നത്, ഹൃദയ കാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൽ 21-ാമത്തെ വാക്യത്തിൽ അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല, മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ഇതാണ് ഹൃദയ കാഠിന്യം. മനുഷ്യർക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റാത്തതാണ് ഹൃദയ കാഠിന്യം. ദൈവത്തെ വിളിക്കാൻ പറ്റാത്തതാണ്. പടുകുഴി കിടക്കുമ്പോഴും, തകർച്ചയുടെ പടുകുഴി കിടക്കുമ്പോഴും ദൈവത്തെ വിളിക്കാൻ പറ്റാത്തതാണ് ഹൃദയ കാഠിന്യം. അതിനെതിരെ അതാണ് ക്രോധം. ക്രോധത്തോടെ നോക്കി എന്ന് പറയില്ലേ, ക്രോധത്തോടെ ഈശോ നോക്കി. അത് റോമക്കാർക്കെതിരെ ലേഖനം 1-18 വാക്യം, മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരെ ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അതിനെ തുടർന്നാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ക്രോധം, പരിപൂർണ ദൈവാശ്രയമാണ് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ നാമത്തിൽ എനിക്ക് സാധിക്കും എന്ന് വിശ്വസിക്കാൻ സാധിക്കും. അതാണ് മറിയം, ആഗ്നസ്, ഇങ്ങനെ എല്ലാവരും നമ്മൾ കണ്ട് പഠിക്കുന്നത്. അത് പരിപൂർണ ദൈവാശ്രയമില്ലാത്തത് ഹൃദയ കാഠിന്യമാണ്. നമുക്കതുകൊണ്ട് ദൈവത്തെ ആശ്രയിക്കാൻ സാധിക്കട്ടെ. നീ നടുവിൽ വന്ന് നിൽക്കൂ എന്ന് പറയുന്നത് എന്തൊക്കെ നമ്മളോട് ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുന്നുണ്ട്.
നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവിത ശൈലി അനുസരിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ചില രീതികളുണ്ട്. നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും അത് കൗദാശിക ജീവിതം നയിക്കുക, വചനാധിഷ്ഠിത ജീവിതം നയിക്കുക, പ്രാർത്ഥനാ ജീവിതം നയിക്കുക. അങ്ങനെ പരിപൂർണ ദൈവാശ്രയത്തിൽ ഗോലിയാത്തിനെയല്ല, നമുക്കെതിരെ വരുന്ന ആരെപ്പോലും നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കും. നമുക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും നമുക്കതിനെ ചെറുത്ത് നിൽക്കാനും ജീവിതാവസാനം വരെ ആഗ്നസ് നിന്നതുപോലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ചെറുത്ത് നിന്ന് കർത്താവിന് വേണ്ടി വിശ്വാസത്തിൽ സ്ഥിരമായി നിന്നതുപോലെ നമുക്കങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും. നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ നിന്നോട് ചേർന്ന് നിൽക്കാൻ. യേശുവേ, നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. യേശുവേ, നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൽ ആശ്രയിക്കാൻ, ദാവീദിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കാൻ, ആഗ്നസിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും ആശീർവദിച്ചര കൈകളിൽ നാദാ ഈടുന്നു പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമാ, കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമാ, ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും. പ്രിയ സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അർപ്പിച്ച ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേ ആശീർവാദത്താൽ പവിത്രീകരിക്കണമേ. അങ്ങ് സ്നേഹാഗ്നിയാൽ വിശുദ്ധ ആഗ്നസ് സകല ശാരീരിക പീഡനങ്ങളും തരണം ചെയ്തുവല്ലോ. അതേ സ്നേഹാഗ്നി അങ്ങേ കൃപയാൽ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങ് നാമത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ ആഗ്നസ് ചിന്തിയ രക്തം അങ്ങ് അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും
ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ തിരുഭവമങ്ങേ മഹിമകളാൽ നിറഞ്ഞുമതയും വെങ്കലമോ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യനുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും
ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുമ്പോഴേ അങ്ങ് മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്ക്. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തുനിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന
കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രമേ എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് രക്തസാക്ഷിയായ വിശുദ്ധ ആഗ്നസിന്റെ ആത്മധൈര്യം അങ്ങ് ശുശ്രൂഷയിൽ വിശ്വസ്തയും പീഡാസഹനത്തിൽ വിജയമാക്കി തീർത്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ദിവരഹസ്യങ്ങൾ അതേ ആത്മധൈര്യം ഞങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടനെ